ഭാര്യ ഭർത്താവിന്റെ സ്വകാര്യ സ്വത്തല്ലെന്ന് മദ്രാസ് ഹൈക്കോടതി. പാസ്പോർട്ട് അപേക്ഷയിൽ ഭർത്താവിന്റെ ഒപ്പ് നിർബന്ധമില്ല. ഭർത്താവിന്റെ ഒപ്പ് വേണമെന്ന റീജിയണൽ പാസ്പോർട്ട് ഓഫീസറുടെ നിലപാട് ഞെട്ടിക്കുന്നതെന്ന് കോടതി നിരീക്ഷിച്ചു. പുരുഷാധിപത്യത്തിന്റെ ഭാഷയാണ് ഓഫീസറുടേത് എന്നും വിമർശനമുയർന്നു. ഭർത്താവുമായി അകന്നു കഴിയുന്ന ചെന്നൈ സ്വദേശി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ നിർണായക നിരീക്ഷണം. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ടെലിഫോൺ ലൈനിൽ. റഹീസ്, ഈ കേസുമായി ബന്ധപ്പെട്ട ഈ പരാതിയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? അതോടൊപ്പം തന്നെ സുപ്രധാനമായ ഈ കോടതി നിരീക്ഷണം, അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, ചെന്നൈ സ്വദേശിയായിട്ടുള്ള യുവതി ഭർത്താവുമായി അകന്നു കഴിയുകയാണ്. കഴിഞ്ഞ 3 മാസമായി ചെന്നൈ റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൽ തന്റെ പാസ്പോർട്ടിനുള്ള അപേക്ഷ യുവതി സമർപ്പിക്കുന്നുണ്ട്. ഓരോ തവണയും ഫോം ജെയിൽ ഭർത്താവിന്റെ ഒപ്പില്ല എന്ന കാരണത്താൽ ഇവരെ മടക്കി അയക്കുകയായിരുന്നു. ശേഷം ഇവർ കാണാൻ കഴിയുന്ന ഉന്നത ഉദ്യോഗസ്ഥരെ ഒക്കെയും കണ്ടു. പക്ഷെ എല്ലാവരും ഈ ഫോം ജെയിൽ ഭർത്താവിന്റെ ഒപ്പിടാതെ പാസ്പോർട്ട് നൽകാൻ കഴിയില്ല എന്ന് അറിയിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ കോടതിയുടെ ഒരു സുപ്രധാന നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. ഒരിക്കലും ഭാര്യ ഭർത്താവിന്റെ സ്വകാര്യ സ്വത്താണ് എന്ന് പറയാൻ കഴിയില്ല. പാസ്പോർട്ട് അപേക്ഷയിൽ ഭർത്താവിന്റെ ഒപ്പ് നിർബന്ധമല്ല. ഒപ്പം തന്നെ ഈ ഭർത്താവുമായി അകന്നു കഴിയുന്ന സ്ത്രീകളെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്നുകൂടി ഒരു ചോദ്യം ചെന്നൈ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഈ റീജിയണൽ പാസ്പോർട്ട് ഓഫീസറെ അടക്കം വലിയ വിമർശനമാണ് അദ്ദേഹത്തിന് അടക്കം നേരിടേണ്ടി വന്നത്. ഒപ്പം തന്നെ വിവാഹത്തോടെ സ്ത്രീകളുടെ വ്യക്തിത്വം ഇല്ലാതാകുന്നില്ല. സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് സംസാരിക്കുന്ന കാലത്ത് ഇത്തരത്തിലൊരു കേസ് വരുന്നത് ലജ്ജാകരമാണ്. ഒപ്പം പുരുഷാധിപത്യത്തിന്റെ ഭാഷയാണ് ഓഫീസറുടേത് എന്നതടക്കമുള്ള വിമർശനം ഉണ്ടായി. മാത്രമല്ല, എത്രയും പെട്ടെന്ന് യുവതിയുടെ അപേക്ഷയിൽ തീരുമാനമെടുക്കണമെന്നും പാസ്പോർട്ട് നൽകണം എന്നുകൂടി കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും റീജിയണൽ പാസ്പോർട്ട് ഓഫീസർക്ക് കനത്ത തിരിച്ചടിയാണ്. ഒരു വളരെ പുരോഗമനപരമായിട്ടുള്ള, തീർത്തും ന്യായമായിട്ടുള്ള ഒരു രീതിയിലാണ് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിധി വന്നത് എന്നുള്ള പ്രതികരണമാണ് സ്ത്രീയുടെ ഈ ഒരു പരാതിക്കാരിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പ്രജിൻ, മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.